ഹലോ ഗായ്സ്, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം കാസർഗോഡൻ മല്ലു വീണ്ടും വന്നിരിക്കുന്നു ഗായ്സ്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഉള്ളത് ബാംഗ്ലൂർ മജസ്റ്റിക് തെരുവിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഗൈസ്. നമ്മളെ ചാനൽ ഫസ്റ്റ് ടൈമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടണം ഗൈസ്. ഓക്കെ, ഇനി നമ്മളിവിടെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മജസ്റ്റിക്കിലുള്ള സ്ട്രീറ്റ് കച്ചവടങ്ങളും കാര്യങ്ങളാണ്. മജസ്റ്റിക്കിലുള്ള പകൽ കാഴ്ചകളിൽ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം. ഓക്കെ ഗൈസ്. ഗൈസ് ഇതാണ്ടോ ഈ റഷ് കണ്ടോ? ഈ റഷിൻ്റെ ഇടയിലൂടെ നമ്മൾ നടന്നിട്ട് പോകാൻ വേണ്ടിയിട്ടാ. ഇത്രയും വണ്ടിയും ആൾക്കാരും ഭയങ്കര തിരക്ക്. ഫുൾ ഓട്ടോ തന്നെ കേട്ടോ, ഓട്ടോൻ്റെ കളി ഗൈസ്. ഓക്കെ, നമ്മളിപ്പോൾ ഒരു നല്ലൊരു റെസ്റ്റോറൻറ്റ് തപ്പിയിട്ട് പോവാണ്. മലയാളി റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗൈസ്. നമ്മളങ്ങനെ നടന്ന് കുറച്ചിങ്ങോട്ട് ഒരു ജംഗ്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ ജംഗ്ഷനിലും ഭയങ്കര തിരക്കാള്. ഇവിടുന്ന് റൈറ്റ് പോയാലാണ് മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടാകുമെന്ന് പറയുന്നത്. ഇതുണ്ട്, തിരക്കുണ്ട, ഭയങ്കര ജനങ്ങളായിട്ട് നിറഞ്ഞിവിടെ. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്, പക്ഷെ മലയാളിയല്ല. നമ്മളങ്ങനെ മലയാളി റെസ്റ്റോറൻറ്റ് തപ്പി പോവാണ് ഗൈസ്. കാരണം ഇന്ന് രാവിലെ നമ്മൾ എത്തിയാണ്. രാവിലെ 6:30 നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ജസ്റ്റ് ഒരു ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ റൂം എടുത്ത് അങ്ങനെ കിടന്നുറങ്ങി. ഇപ്പം എണീച്ചിട്ട് പുറത്തിറങ്ങിയതേ ഉള്ളൂ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം, അത് വീഡിയോയിലൊന്ന് പകർത്താമെന്നുള്ള രീതിയിലാണ് ഇപ്പം ഇറങ്ങിയിട്ടുള്ളത്. ഇവിടെ ചൂടൊന്നുമില്ല കേട്ടോ, ഒരു മഴ പിടിച്ച ഒരു കാലാവസ്ഥയിലൂടെ നമ്മൾ ഇപ്പം നടന്നു പോകണം. ഇതുണ്ടോ, ഫുള്ള് സ്ട്രീറ്റ് കച്ചവടം. ഇതാ ബെൽറ്റ്, ഡ്രസ്സ്, കിഡ്സ്, എല്ലാവരുടെ ഡ്രസ്സും ഉണ്ട്. വാ, ഇപ്പുറത്തേക്കൊന്ന് കടന്നു നോക്കാം. ഇത് കറക്കുമ്പോൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അങ്ങനെ എടുത്ത് കൊണ്ടുപോകണ്ടോ. അതിനിടയിൽ ഒരു ചേട്ടനുടെ സ്ഥലമില്ല. പബ്ലിക് എന്നെല്ലാം പറഞ്ഞ ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും തിരക്കും ആൾക്കാരും എല്ലാവരും ഇവിടെ. അതിൻ്റെ ഇടയിൽ കണ്ടതാ ഈ ടൗണിൽ തന്നെ ബോർഡ് വെച്ച് പോകുന്നുണ്ട്. വെള്ളത്തിൻ്റെ ബോർഡ് വെച്ച് പോകുന്നുണ്ട്. കച്ചവടമുണ്ട്, എല്ലാ റോഡ് സൈഡ് കച്ചവടം ഉണ്ടോ. നമ്മളെ തെരുവ് കച്ചവടം തന്നെ ഫുള്ള്. എല്ലായിടത്തും ആളുമുണ്ട്, നല്ല ആളുമുണ്ട്, തിരക്കുണ്ട് ഷോപ്പിലെല്ലാം. ഇതാ പിള്ളേരുടെ ടോയ്സിൻ്റെ ഷോപ്പ്, കുട്ടികളെ ജാക്കറ്റ് ടൈപ്പ്. വൈകുന്നേരം നമ്മൾ റെസ്റ്റോറൻറ്റ് കാണാനായിട്ട്, മലയാളി റെസ്റ്റോറൻറ്റ് കാണാനായിട്ട് വേറെ ആളോട് ചോദിച്ചപ്പം ഈ ഗല്ലിക്കകത്തൂടെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ 1-2 മലയാളി റെസ്റ്റോറൻറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം നോക്കാം, ഈ ഏരിയയിൽ വലിയ തിരക്കൊന്നുമില്ല, ചെറിയൊരു ഗല്ലി റോഡാണ്. ഗല്ലിയിൽ പോയിട്ട് അവിടെ കുറേ റെസ്റ്റോറൻറ്റ് കാണുന്നുണ്ട്. കേരള സ്റ്റൈല് ഫുഡിൻ്റെ ഒരു ഇത് കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവിടെ പോയി ഒന്ന് നമുക്ക് നോക്കാം. കണ്ടതാ ബാർബർ ഷോപ്പെല്ലാം കണ്ടതാ, ചെറിയ നമ്മളൊരു ഇതാണ് ഇങ്ങനത്തെ ബാർബർ ഷോപ്പ്. റെസ്റ്റോറൻറ്റ് ഇവിടെ ഉണ്ട്, കേരള സ്റ്റൈൽ റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പുറത്തൊന്ന് കാണുന്നുണ്ട്, ഇതാ ഇവിടെല്ലാം ഉണ്ട് കേട്ടോ. ഇതല്ലേ ഗ്രില്ലുണ്ട്, ഗ്രില്ല്. ഇതാ ഇവിടെ ഒരു കേരള റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇതാ നമ്മളങ്ങനെ നടന്ന് ഒരു മെയിൻ എൻട്രൻസിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഇതാ 1 വേ റോഡാണ്. ഏതിലേ പോയാലും ഇവിടെ ഒന്നും ഇല്ലാത്തില്ല. എല്ലാം ചെറിയ പൈസ. കടല വിൽക്കുന്നുണ്ട്, തക്കാളി വിൽക്കുന്നുണ്ട്. ഇവിടെ ഡ്രസ്സെല്ലാം കണ്ടോ കൂട്ടിയിട്ട് വെച്ചോളം ചെയ്യുക. ജാക്കറ്റ്, ഷർട്ട്, ചുരിദാർ, ഇത് തലക്കിടുന്ന തലക്കിടുന്നല്ല. തിങ്കളാഴ്ച ഈ മാർക്കറ്റിൻ്റെ പ്രത്യേകത നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ ഒരു തിരക്ക് നോക്കിയതാ, എല്ലാം ഉണ്ട്. ഒന്നും ഇല്ലാത്തില്ല. കർച്ചീഫ്, വൈറ്റ് ഷർട്ട്, വൈറ്റ് ഷർട്ടുകൾ, ഇതെല്ലാം വാച്ചിൻ്റെ ഒരു ശേഖരം. ലേഡീസ് ഫാൻസി ഷോപ്പ്. ഫാൻസി ഷോപ്പിലെല്ലാം നല്ല തിരക്കുണ്ട്. ഫുൾ ആൾക്കാർ. സോറി.
കുട്ടികളുടെ ഡ്രസ്സെല്ലാം നല്ല നല്ല മോഡലുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കുട്ടികൾ. ഫുള്ള് തെരുവ് കച്ചവടം. നല്ല തിരക്കുണ്ട് മാർക്കറ്റിൽ. അതുപോലെ ഷോപ്പുണ്ട് കേട്ടോ. റോഡ് സൈഡിൽ കച്ചവടം അല്ലാണ്ട് എല്ലാവർക്കും ഷോപ്പുണ്ട്. ഇതാ ഇങ്ങനെയുള്ള ഷോപ്പുകളുണ്ട്. ഷോപ്പുകളിലേക്കാളും ആൾക്കാർ എനിക്കൊന്ന് മറ്റേ റോഡ് സൈഡിലുള്ള ഷോപ്പിലൊന്നും. ഇതിവിടെ കുറേ ഷൂ എല്ലാം നേരത്തെ വെച്ചിട്ടുണ്ട്. ഇതാ എല്ലാ തരം ഷൂ ഉണ്ട് കേട്ടോ. ജെൻസിൻ്റെ മോഡൽ ഷൂസ് ആണോ ചീപ്പ് റേറ്റിന് ഇവിടെ ഇങ്ങനെ വിറ്റുകൊണ്ടുള്ള. നമ്മൾ അങ്ങനെ വേറെ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് MS പാളയയിലേക്ക്. അടുത്തേക്ക് പോകാൻ വേണ്ടിയതാ ബസ് കയറണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മജസ്റ്റിക്കിൽ നിന്ന് ഇങ്ങനെ ടണലിലൂടെ ഇങ്ങനെ പാസ്സായിക്കൊണ്ട് പോകണം. ടണലിൽ ഇങ്ങനെ പോയി അപ്പുറത്തൂടെ കയറിയാലേ ബസ് സ്റ്റേഷനിലേക്ക് എത്തും. അപ്പോൾ ഇതിങ്ങനെ ക്രോസ് ആക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് അപ്പുറത്തേക്ക് പോകാം. ഇതിൻ്റെ അടിയിലും ഈ ടണലിൻ്റെ അടിയിൽ ഫുള്ളും കച്ചവടം. ഈ തല മുതൽ അപ്പുറത്തെ തല വരെ രണ്ട് സൈഡിലും കച്ചവടം. പൊടിച്ച കച്ചവടം. ഫുള്ള് ഷോപ്പുകൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഷോപ്പിൻ്റെ ലുക്ക് ഉണ്ട്. ഒരു ഷോപ്പ് പോലെ തന്നെ. ഗൈസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതെല്ലാം കണ്ടോ മാർക്കറ്റിൽ മൊത്തം ആൾക്കാരുണ്ട്. നല്ല തിരക്കുണ്ട് ഷോപ്പിലെല്ലാം. ഇതൊരു ടണലാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇറങ്ങിയെടുക്കുന്ന ബസ് സ്റ്റേഷനിലേക്ക് പോകാനുള്ളൊരു ടണൽ. അപ്പോൾ ആ ടണലിൻ്റെ അകത്ത് തന്നെ ഫുള്ള് രണ്ട് സൈഡിലും ഫുള്ള് കച്ചവടം. എല്ലാം ഡ്രസ്സ്, ഷൂസ്, മൊബൈല്, ആക്സറീസ് എല്ലാ കാര്യങ്ങളുണ്ട്. ഇവിടെ മൊബൈലിൻ്റെ സ്ക്രീൻ കാർഡെല്ലാം ഒടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ്സായിക്കൊണ്ട് പോകുന്നു. നമ്മളെപ്പോലുള്ള പാവങ്ങൾ ഒന്നും വാങ്ങിക്കാതെ ഇങ്ങനെ പോകുന്നു. ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ. ഫ്രൂട്ട്സ് ഉണ്ട്, പൂവുണ്ട്. ഫ്രൂട്ട്സ് എല്ലാ കച്ചവടം ഉണ്ട് ഇവിടെ. നമ്മൾ പുറത്ത് മേലെ കയറിയിട്ട് നമ്മളങ്ങനെ നടന്ന് ബസ്സിൻ്റെ ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ബസ് ഉണ്ടാവുമെന്ന് പറഞ്ഞത്. ഇവിടെ നോക്കി നോക്കാം ബസ് നമുക്ക് പോകേണ്ട ബസ് ഉണ്ടാവുമോ എന്നുള്ളത്. ഓക്കെ, ഇതാണ് കേട്ടോ ഈ ഏരിയ. പക്ഷേ എയിലെ പോയാലും ഭയങ്കര തിരക്ക് പിടിച്ച സ്ഥലം. എയിലെ പോയാലും നമ്മളങ്ങനെ നടന്ന് ബസ് സ്റ്റേഷൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ നമ്മളിങ്ങനെ ബസ് തപ്പിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ട് നമ്മൾ പറഞ്ഞത് 21 നമ്പർ ബസ് എന്നാണ് നമുക്ക് പോകേണ്ട സ്ഥലത്തേക്കുള്ളത്. അപ്പോൾ നമുക്കൊന്ന് നോക്കി നോക്കാം. നമ്മളിപ്പോൾ 22-ലെത്തിയിട്ട് ഇവിടുന്ന് 21 മുമ്പിലാണ് 21 കാണിക്കുന്നത്. നമുക്ക് ഇവിടുന്ന് നോക്കി നോക്കാം എന്താ കഥയെന്നുള്ളത്. നമുക്ക് ഇവിടുന്ന് ബസ് വരുമോ, ഇവിടുന്ന് തന്നെയാണോ ബസ് കയറേണ്ടത് എന്നുള്ളത്. ഏത് സൈഡിൽ നോക്കിക്കഴിഞ്ഞാലും ജനങ്ങൾ മാത്രം. ഗൈസ് നമുക്കങ്ങനെ ബസ് കിട്ടി. ഈ ബസ്സിൽ പോയിട്ട് മധ്യകര എന്നുള്ളൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് ആടുന്ന് നമുക്ക് വേറൊരു ബസ്സിന് പോകണമെന്നാണ് പറഞ്ഞത് അല്ലേ? അങ്ങനെ ഇല്ലാസ് ഉണ്ട് ബാക്കിൽ, ഞാനുണ്ട്. അങ്ങനെ ബസ്സിൽ നമ്മൾ പോയിക്കോണുണ്ട്. ബസ്സിൽ കയറുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. അത് ബസ്സിലെല്ലാം തിരക്കൊന്നുമില്ല. അത്യാവശ്യം സീറ്റിലിരിക്കേണ്ട ആൾക്കാർ മാത്രമേ ഉള്ളൂ. നല്ല തിരക്കൊന്നും ഇല്ലാത്ത ബസ്സാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് നോക്കാം എന്താ അവസ്ഥ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ടിക്കറ്റിന് വരുന്ന ചാർജ് ഒരാൾക്ക് പിന്നെ 30 റുപ്യാന്ന് വരുന്നത്. 20 റുപ്യ അല്ലേ? 3 ആൾക്ക് 60 റുപ്യ. 3 ആൾക്ക് 60 റുപ്പീസിന് ടിക്കറ്റ്. മത്തിക്കരയിൽ നിന്നുള്ള സ്ഥലത്തേക്ക് ഇറങ്ങണം. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറെ ബസ്സിന് പോകണമെന്നാണ് പറഞ്ഞത്. നേരത്തെ നമ്മൾ കയറുമ്പോൾ ഒരു മനുഷ്യനില്ലാത്ത ബസ്സായിരുന്നു. സ്കൂള്, കോളേജ് എല്ലാം വിട്ട് ബസ് ഫുള്ളായി. തിരക്കായി ബസ്സിൽ. കണ്ടതാ കോളേജെല്ലാം വിട്ട് പിള്ളേരൊക്കെ വന്നുകൊണ്ട് സ്കൂള്, കോളേജെല്ലാം വിട്ട് എക്സാം ആണെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഉച്ചക്ക് വിട്ട് ഭയങ്കര റഷായി ബസ്സിലെ അവസ്ഥ ഇതാണ്. ഇപ്പോൾ എവിടെ നോക്കിക്കഴിഞ്ഞാലും തിരക്ക് മാത്രം. അതായത് കോളേജ്, സ്കൂളെല്ലാം വിട്ടത് കാരണം ഫുൾ ആൾക്കാർ. നമ്മളങ്ങനെ മധ്യക്കര എന്നുള്ള സ്ഥലത്ത് ബസ് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അവിടുന്ന് വേറൊരു സ്റ്റേഷനിലേക്ക് വേറൊരു സ്ഥലത്തേക്ക് ബസ്സിന് പോകണം. അടുത്തേക്ക് പോകാൻ വേണ്ടി നമ്മളിപ്പോൾ അങ്ങനെ നടന്ന് അടുത്ത ബസ് സ്റ്റോപ്പിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ എല്ലാ ആൾക്കാരും ബസ്സിലുണ്ട്.
അപ്പോൾ നമുക്ക് അടുത്ത് പോകേണ്ട 401 ബസ്സിലാണ്. ഓക്കെ, ആടുന്നാണ് MS പാളയം എന്നുള്ള സ്ഥലത്തേക്ക് എത്തല്. അപ്പോൾ അടുത്തേക്ക് നോക്കാം. ബസ് സ്റ്റോപ്പിലേക്ക് എത്താനായിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിലേക്ക് എത്തിയാൽ അറിയാം ബസ് എപ്പോൾ വരുന്നു. ഗുച്ചി കമ്പനിക്കാർ അണ്ടർഗ്രൗണ്ട് കച്ചവടം. ടണലിൽ ഇത്രത്തോളം കച്ചവടം ചെയ്യുന്ന സ്ഥലം വേറെ എവിടെയുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അത്രയും ഭയങ്കര കച്ചവടം ചെയ്യുന്ന സ്ഥലം. ടണൽ ബിസിനസ് ഗൈസ്. ലേഡീസ് ബാഗ്, ലേഡീസ് ബാഗിന് ഒരു കലവറ ഉണ്ട്. ബെൽറ്റ്, നല്ല വൈബിലെ സ്ഥലം ഉണ്ടോ. കുറച്ച് മരങ്ങൾ ചെടികളെല്ലാം സൈഡിൽ വെച്ചിട്ട് നല്ല വൈബിലെ സ്ഥലം. ഇതൊരു ഗവൺമെൻറ് ഓഫീസാരാന്ന് തോന്നുന്നുണ്ടോ. എന്തൊരു ആയുർവേദ യോഗ സെൻറ്റർ. അപ്പോൾ അതിൽ ഇങ്ങനെ നടന്നു പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റേഷൻ അപ്പുറമുണ്ട്. ആ, അപ്പുറം കാണുന്ന ബസ് സ്റ്റേഷൻ. അങ്ങനെ നമ്മൾ നടന്ന് മാർക്കറ്റിനടുത്തേക്ക് എത്തിയിട്ടുണ്ട്. നേരത്തെ അതേ റഷ്യൻ ഇപ്പോൾ ഇല്ല കേട്ടോ. വൈകുന്നേരമായിട്ടും നല്ല തിരക്കും ആൾക്കാരെല്ലാം ഉണ്ട്. ഈ ഗല്ലിനുള്ളിലെല്ലാം ആൾക്കാരുണ്ട്. വൈകുന്നേരം ആയതുകൊണ്ട് എല്ലാവരും ചായ കുടിച്ചുകൊണ്ട് നമ്മ ഇപ്പം അടുത്ത് തന്നെ ഒരു ചായ കുടിക്കുന്ന സ്റ്റേഷനിൽ നിർത്തും. ഈ നടത്തം ഈ ചെറിയ ഗല്ലിനുള്ളിൽ വണ്ടിയാണ്. പോലീസ് കൊണ്ട് വരുന്നുണ്ട്. മോനെ ഇപ്പോൾ കൊണ്ടോട്ടേന് കുറച്ചുകൊണ്ടെങ്കിലും പറ്റുന്ന പോകുമ്പോൾ പാസ് പാസ് അഡ്ജസ്റ്റ് ആക്കി നടന്ന നമ്മക്കനല്ലേ. അത്രയും പബ്ലിക് കൊണ്ട് വണ്ടി ഉണ്ട് കേട്ടോ. വണ്ടിയും അങ്ങനെ ഉണ്ട്. ഒരു കുടുക്കുപോയി നമ്മൾ ശ്രദ്ധിച്ച നമ്മക്കല്ലേ. വണ്ടികളിലെ കടന്നു പോകുന്നു. ഓക്കെ, ഇതിൽ ഏടത്തേക്ക് പോകുന്നു. ബസ് കയറാനോ ട്രെയിൻ കയറാനോ എൻ്റെ അവസ്ഥയൊന്നും അറിയില്ല കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നമ്മളങ്ങനെ റൂമിൻ്റെ താഴേക്ക് എത്തിയിട്ടുണ്ട്. റൂമിൻ്റെ അവിടെ പകൽ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്ന ഗൈസ്. അടുത്ത നൈറ്റ് വൈബുമായി നിങ്ങളുടെ സ്വന്തം കാസർഗോഡൻ മല്ലു വരുന്നതാണ്. അങ്ങനെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ബെൽ ബട്ടൺ അടിക്കുക. ഗൈസ് ഷെയർ ചെയ്യുക വീഡിയോസ്. എല്ലാം നല്ല നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു സോ മച്ച്. ബൈ.